നിലാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ അരുൺ തോമസിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന സുദീപും ശ്രുതിയും. സിറിലിന്റെ ലക്ഷ്യം സുദീപിനെ ജയിലിലടച്ച് ശ്രുതിയെ സ്വന്തമാക്കുക എന്നതാണെന്ന് അരുൺ തോമസ് പറയുന്നു. അതുകൊണ്ട് ശ്രുതി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നതാണ് നല്ലതെന്നും പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന അരുൺ തോമസും ശ്രുതിയും ശ്രുതിയെ ചോദ്യം ചെയ്യാൻ പോലീസ് കൊണ്ടുപോകുന്നു. ഇനി തുടർന്ന് കാണുക. സാറേ, കുടിക്കാൻ ഒന്നും വേണ്ടോ? അരുണെ, ഞാനൊരു 1.5 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മള് കുറച്ച് ബിസിയാണ്, മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, കുറച്ച് ലേറ്റ് ആവും. ഇയാൾ അവിടെ ഇരുന്നാ മതി. എന്നാ നിങ്ങൾ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി, എനിക്ക് 1-2 പരിപാടികളുണ്ടേ. ഏയ്, അവിടെ വേണം. അല്ല, നിങ്ങൾ എപ്പം വരുമെന്ന് പറഞ്ഞാ? ഞങ്ങളിപ്പോ അങ്ങ് വരും. ശരി ശരിന്നാ, ഒരു ചായയൊക്കെ കുടിച്ചിരിക്കടോ. ശരിന്നാ. എക്സ്ക്യൂസ് മീ, ശ്രുതി എവിടെയാ? സാറിന്റെ കൂടെ മീറ്റിങ്ങിന് പോയിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യൂ. സിറിലും നിങ്ങളുടെ അമ്മ നിശാന്തിനി ശങ്കറും ചേർന്നുള്ള ഒരു ഗൂഢപദ്ധതി. അവർ നിങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്ന പരാതി. അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം വേണം. അതല്ലേ ഇഷയുടെ ഇപ്പോഴത്തെ ആവശ്യം? അതെ. ഈ സിറിലിനെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് പോന്നതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. എവിടെ വെച്ച്? എൻ്റെ ഓഫീസിൽ വെച്ച്. സിറിലൊരു പ്രോജക്റ്റുമായിട്ട് വന്നിരുന്നു. ഇഷ അവിടെ ഉണ്ടെന്ന് അറിയാതെയാണോ വന്നത്? അതെ. ഏകദേശം എത്ര ദിവസമായി കാണും? ഒരു 2 ദിവസമായി കാണും. ഈ കർണാടക പോലീസിന് അന്വേഷണം നടക്കുന്ന കാര്യം അയാളൊന്നും അപ്പോൾ പറഞ്ഞില്ലേ ഇഷയോട്? ഇല്ല. ഇപ്പോ അയാൾ എവിടെയുണ്ട്? ഇന്ന് ഓഫീസിൽ വരുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. ഒഫീഷ്യൽ മീറ്റിംഗ്? അതെ സർ. അപ്പോ ഞാനൊന്ന് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ പോവാ. ഇഷ അപ്പുറത്തൊന്ന് വെയിറ്റ് ചെയ്യണം. ശരി. ബൈജു, ഹലോ, സിറിലാണോ? അതെ, സിറിൽ ഹിയർ. ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനാ. SI ആ. എന്താ സാർ കാര്യം? സിറില എവിടെയൊന്ന് വരണല്ലോ, ഒരു 10 മിനിറ്റിനകം. സാർ, ഞാൻ കുറച്ച് ബിസിയാണേ. ഞാനൊരു മീറ്റിംഗിലാ. വൈകുന്നേരം കണ്ടാൽ മതിയോ? നമുക്ക് ക്ലബിലേക്ക് വന്നാൽ മതി. അത് പോരല്ലോ സിറിലെ. വിത്തിൻ 10 മിനിറ്റ്സ് സ്റ്റേഷനിലേക്ക് ഇയാൾ വരണം. അത്യാവശ്യമാണ്. ഓക്കെ? ഓക്കെ, ഞാൻ വരാം. അപ്പോയിന്റ്മെന്റ് പറഞ്ഞ ടൈം തന്നെ ഞാൻ വന്നത്. ഇപ്പൊ ഒരു 1.5 hour ആയി. സർ വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ വരും. അല്ല, എല്ലാവർക്കും തിരക്കണ്ടേ. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പോകണം. ഞാൻ പോയിട്ട് ഒരു 1 മണിക്കൂർ തിരിച്ചു വരാം. അരുൺ നേരത്തെ വരുവാണെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ? ശരി. സാറേ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങിയല്ലേ? അത് സാരമില്ല ബൈജു. എന്തായി? എന്തായിടോ? പറയാനൊക്കെ പറഞ്ഞു. എല്ലാ മൊഴിയും അവനെതിരാ. സാറ് കൊടുത്ത റെക്കോർഡ്സും പേപ്പേഴ്സും അതാണ് പ്രയോജനമായത്. താങ്ക് യു അരുൺ സർ. സിറിലിനെ ഇപ്പൊ വിളിപ്പിക്കും. നമ്മളോട് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അയാളിപ്പോ നമ്മുടെ ഓഫീസിലിരിക്കുക.
ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞാ? അതെ. വരട്ടെ, ഇയാളുവാ. സാറേ, മൊഴിയുടെ പകർപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സൈൻ ചെയ്തിട്ട് പോകാനാ പറഞ്ഞത്. ആ ശരി. സർ, ഞാനൊരു ജ്യൂസ് പറയട്ടെ? വേണ്ട. അല്ലെങ്കിൽ സോഡ നാരങ്ങ വെള്ളം, അത് ഞാൻ പറയും. ഡോ, 2 സോഡ നാരങ്ങ വെള്ളം. ഇയാൾ തന്നെ പോയി മേടിച്ചാൽ മതി, ഞാൻ ആ പരിപാടി നിർത്തി. ക്യൂ നിൽക്കുമ്പോൾ വരൂലേ? സാറേ, ഉപ്പോ പഞ്ചസാരയോ? പോയിട്ട് പാടോ. ഓ, എനിക്കൂടി ഒരെണ്ണം വാങ്ങിച്ചു. അതെ, ആ സാറിനോട് പറ. സാറ് വിളിക്കുന്നു. ഇഷ അരവിന്ദ് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങിയതിന് നീ പറഞ്ഞിരുന്ന കാരണം അവളുടെ പ്രണയപരാജയവും അവളുടെ കാമുകൻ സുദീപ് അവളെയും അവളുടെ സുഹൃത്ത് ബാലുവിനെയും കാമുകന്മാരാണ് തെറ്റിദ്ധരിച്ച് കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നാ. അങ്ങനെയാണ് നീ നേരത്തെ മൊഴി കൊടുത്തിരുന്നത്. അതാണ് സർ ഫാക്ട്. അവനവളെ ചീറ്റ് ചെയ്തതാണ്. കൊല്ലാൻ തന്നെ ആയിരുന്നു പ്ലാൻ. ആ ആക്സിഡന്റിന് ശേഷം ഡെവലപ്മെന്റ്സ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇഷ അരവിന്ദിനെ മാത്രമേ ഇനി കിട്ടാനുള്ളൂ. ബാലുവിന്റെ ആൾക്കാർ ഈ ആക്സിഡന്റ് ഇഷ്യൂ സീരിയസ് ആയി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. അവളുടെ അമ്മ അവളെ കാണാനില്ലെന്നും പറഞ്ഞ് പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബ്രീഫ്. ശരി, ഇഷ അരവിന്ദിനെ ഏറ്റവും ഒടുവിൽ നീ കണ്ടതെപ്പോഴാണ്? 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പ് എവിടെ വെച്ച്? ഡ്രീം ഹൗസ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയിൽ വെച്ച്. വളരെ ആക്സിഡന്റിലായിട്ടാണ് കണ്ടത്. നീ എന്തിനാ അവിടെ പോയത്? സാറേ, ഇവിടെ വരാപ്പുഴയിൽ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ ഒരു വീടുണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടിയാ അവിടെ ഞാൻ പോയത്. അന്ന് കർണാടക പോലീസ് വന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നീ അവളെ കണ്ടിരുന്നില്ലേ? ഇല്ല സർ, അതിനുശേഷമാണ് ഞാൻ അവളെ കണ്ടത്. എന്നിട്ട് നീ എന്താ അവളെ കണ്ട കാര്യം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യായിരുന്നത്? പോലീസ് തിരയുന്ന കാര്യം നിനക്കറിയുന്നതല്ലേ? നീ അത് അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു സാർ. അപ്പോൾ അവള് നേരിട്ട് സ്റ്റേഷനിൽ വന്ന് ഹാജരായിക്കൊള്ളാന്നാ പറഞ്ഞത്. നിനക്ക് അവളുടെ അമ്മ നിശാന്തിനി ശങ്കറിനെ അറിയോ? അറിയാം, എനിക്ക് വളരെ മുമ്പേ അറിയാം. ഇപ്പോ നിശാന്തിനി ശങ്കറിന്റെ അവസ്ഥ എന്താ? ഐ മീൻ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട്?
സർ, അവരൊരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ പ്രശ്നത്തില, കടത്തില. ബിസിനസ്സൊക്കെ പോയി ആകെ ആകെ തകർന്നിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അപ്പോ അവള് നൽകിയ പരാതി ശരിയാണ്. എന്താ സർ, എന്താ പരാതി? പരാതി അവിടെ നിൽക്കട്ടെ. നീ അവളെ കണ്ട കാര്യം അവളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ, പറഞ്ഞില്ല. അതെന്താ? സ്വന്തം മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് അവര് പരാതി കൊടുത്തതല്ലേ? അത് നിനക്കറിയാവുന്നതല്ലേ, പിന്നെന്താ പറയായിരുന്നേ? സർ, പക്ഷേ അമ്മയും തമ്മിൽ അത്ര നല്ല റിലേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല. അന്ന് ഓഫീസിലെത്തി ഇഷയോട് സംസാരിച്ചപ്പോൾ അവൾ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. ആക്ച്വലി എനിക്ക് അവളെ സഹായിക്കണമെന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇഷ അരവിന്ദ് വന്ന് മൊഴി തന്നത് നീ കണ്ടല്ലോ. വളരെ ഗംഭീരായിരുന്നു. അത് ആർക്കെതിരെയാണെന്നറിയോ? തീർച്ചയായിട്ടും അത് അവനെതിരെയാ, സുദീപിനെതിരെ. അതെനിക്കറിയാം. അവളെ അത്രമാത്രം അവൻ ദ്രോഹിച്ചിട്ടുണ്ട് സർ. അവളെ ദ്രോഹിച്ചവനെതിരെ മാത്രമാണ് മൊഴി നൽകിയിട്ടുള്ളത്. അത് ആരാണെന്ന് അറിയണ്ടേ? അറിയേണ്ടത് നിനക്ക്. അതെനിക്കറിയാലോ. അത് സുദീപ് തന്നെയാ. സുദീപിനെതിരെയല്ലേ അവൾ അത്തരത്തിലൊരു മൊഴി കൊടുക്കൂ സാർ. പക്ഷേ അവള് മൊഴി തന്നത് സുദീപിനെതിരെയല്ല, നിനക്കെതിരെ അവള് മൊഴി തന്നത് സിറിലിനെതിരെ. സാർ, എനിക്കെതിരെ? അതിന് ഞാൻ? നിനക്കെതിരെ അവൾ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെറും വെർബൽ സ്റ്റേറ്റ്മെന്റ് അല്ല, സോളിഡ് പെർഫെക്റ്റ് എവിഡൻസ്. സുദീപിനെതിരെ നീ പറയാൻ പഠിപ്പിച്ച സ്റ്റേറ്റ്മെന്റ്, മൊഴികൾ ഉൾപ്പെടെ അവൾ രേഖാമൂല തന്നിരിക്കുന്നത്. സാർ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പഠിപ്പിച്ചെന്നോ? നെവർ, ഒരിക്കലുമില്ല. നോവേ സർ. അവള് തന്നിരിക്കുന്ന മൊഴികളും തെളിവുകളും പരിശോധിച്ചാൽ നിന്നെ ഇപ്പോ ഈ നിമിഷം എനിക്ക് ലോക്കപ്പിലിടാം. സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെതിരെ എന്ത് തെളിവുകളാണ് സാർ അവൾ നൽകിയത്? സർ, റിയലി ഐ എം ഇന്നസെന്റ്. സർ, ഞാൻ അവളെ സഹായിക്കാൻ മാത്രമേ നിന്നിട്ടുള്ളൂ. അല്ല, നിന്റെ സഹായം കൂടിയതുകൊണ്ടാണല്ലോ അവൾക്ക് ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിനക്കെതിരെ ഇവിടെ വരേണ്ടി വന്നത്. നിനക്കെതിരെ അവൾ ഉയർത്തിയ പരാതി നിസ്സാരമല്ല. സർ പ്ലീസ്. സർ, എന്താ അവൾ എനിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ? മൊഴികൾക്ക് രഹസ്യ സ്വഭാവമുണ്ട്. പക്ഷേ ഇത് മൊഴികളേക്കാൾ ഉപരി പരാതികളാണ്. ഇഷ എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബോധപൂർവം അവളുടെ അഭിമാനത്തെയും ചാരിത്രശുദ്ധിയെയും കളങ്കം വരുത്തുന്ന രൂപത്തിൽ അപമാനം പറഞ്ഞു പരത്തുക, നിരന്തരമായ മാനസിക പീഡനം, സൗഹൃദം ചമഞ്ഞ് അടുത്തുകൂടി വഞ്ചിക്കുക. വകുപ്പേ സ്ത്രീപീഡന. സർ, വാട്ട് എ നോൺസെൻസ്. അവൾ എനിക്കൊരു ഫ്രണ്ട് മാത്രമാ. പിന്നെ ഞാനെങ്ങനെ അവളെ? സർ, പ്ലീസ് ബിലീവ് മീ. അത് നിനക്കല്ലേ അറിയൂ. ബാലു എന്ന സുഹൃത്തിനെയും അവളെയും ചേർത്ത് നീ മെനഞ്ഞ കഥകളിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് ഭാവിയിൽ ഉണ്ടായേക്കാമായിരുന്ന ശോഭനമായ കുടുംബജീവിതമാണ്. ദുരുദ്ദേശപരമായും ഗൂഢലക്ഷ്യത്തോടും കൂടി ഒരു സ്ത്രീയെ ആക്രമിക്കുക. സർ, ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസാ. ആരോ തയ്യാറാക്കി കൊടുത്ത വെറും സ്റ്റോറീസ്. ഫാബ്രിക്കേറ്റഡ്. അടുത്ത 2 പരാതികളെ മുകളിൽ അവൾ പറഞ്ഞ പരാതികളെ ശക്തിപ്പെടുത്തുന്നതാ. സർ, പറ, എന്താണ് പരാതികൾ? പ്ലീസ് സാർ, അത് പറയൂ. എന്താ? നീയും അവളുടെ അമ്മ നിശാന്തിനി ശങ്കറും ചേർന്ന് അവളുടെ പേരിലുള്ള കോടികളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിനു വേണ്ടി അവളെ കൊല്ലാൻ ശ്രമിച്ചു. സുദീപിനെയും കൂട്ടുപിടിച്ചു. സർ, കൊല്ലാനോ? ആരെ കൊല്ലാൻ? സർ, ഇതെന്താണ് സാർ ഇത്? സർ, ദിസ് എ ബ്ലെൻഡർ. എങ്ങനെ ശ്രമിച്ചു? ആരെ ശ്രമിച്ചു? നിനക്കൊന്നും അറിയില്ലല്ലേ? നോ. അവളും ബാലുവും കൂടി സഞ്ചരിക്കുന്ന ബൈക്കിൽ നിന്റെ കാറ് മനഃപൂർവ്വം ഇടിച്ച് അവളെയും അവനെയും കൊല്ലാൻ നോക്കുന്നു. തലനാരിഴയ്ക്ക് അവള് രക്ഷപ്പെട്ടു. അവൻ കോമ സ്റ്റേജിൽ. നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവള് ബാംഗ്ലൂർ വിട്ടു. എന്നിട്ടും നീ അവളെ പിന്തുടർന്നു. അവളുടെ അമ്മയെ കൊണ്ട് നീ കേസ് കൊടുപ്പിച്ചു. മകളെ കാണാനില്ലെന്നും പറഞ്ഞു. ജീവൻ ഭയന്ന് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് രക്ഷപ്പെട്ട അവളെ നീ പിന്തുടർന്ന് ആക്രമിക്കുക. നീയും അവളുടെ അമ്മ നിശാന്തിനി ശങ്കറും. നിങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും അവളുടെ ചാരിത്രത്തിനും സംരക്ഷണം വേണമെന്ന അവളുടെ പരാതി. ഇത് ശരിയല്ലേ സിറിൽ? സർ, നോ. എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇല്ല സർ, ഇഷ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു. സർ, നോ. ഐ കാൻ ബിലീവ്. നിന്റെ പ്രവൃത്തികളും അവളുടെ അമ്മയുടെ കേസും ആക്സിഡന്റും എല്ലാം കൂട്ടി വായിച്ചാൽ ശരിയാണ് അവളുടെ ഭാഗം, അവളുടെ ആവശ്യം. എറണാകുളം പോലീസ് മേധാവിക്ക് അവൾ നൽകിയ പരാതിയുടെ പകർപ്പിലുള്ള കാര്യങ്ങളാണിത്.
സാർ ഇതിനൊക്കെ എവിഡൻസ് വേണ്ടേ? ഒരു അലിഗേഷൻ മാത്രം മതിയോ ഇതിനൊക്കെ? അതിന് തെളിവുകളുണ്ട്. ഈ ആക്സിഡന്റ് നടന്ന ദിവസം ഇഷയുടെ മൊബൈൽ നിന്റെ കയ്യിലായിരുന്നില്ലേ? ആയിരുന്നോ? സാർ അവളുടെ മൊബൈൽ എങ്ങനെ എൻ്റെ കയ്യിൽ വരുന്നേ? അതെങ്ങനെ? ഹൗ ഇറ്റ്സ് പോസിബിൾ? ആ മൊബൈലിൽ നിന്ന് നീ ബാലുവിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചില്ലേ? നല്ല റൊമാൻറ്റിക് മെസ്സേജ്, അതും ഇഷയുടെ പേരിൽ. മെസ്സേജോ? സാർ നിങ്ങൾക്ക് ആരായി ഫേക്ക് ഇൻഫർമേഷൻ തരുന്നത്? ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആ മൊബൈലിൽ നിന്ന് ഇഷയുടെ പേരിൽ നീ സുദീപിനെ മെസ്സേജ് അയച്ചിട്ടില്ലേ? സർ, ബാലുവും അവളും തമ്മിൽ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ്, അവരൊരുമിച്ച് ജീവിക്കുകയാണെന്ന് പറഞ്ഞ്. സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? സർ ഇറ്റ്സ് ടു ഷെയിംലെസ്. ഐ നെവർ ഡു സച്ച് എ ഷെയിംലെസ്. ഇതൊക്കെ തെളിവ് നിരത്തിയ അവൾ സ്ഥാപിച്ചത്. ഇത് വെറും ടെസ്റ്റ് ഡോസ് ആയിട്ട് അവള് പറഞ്ഞേ. ബാക്കി തെളിവുകളെ അവള് മുകളിൽ കൊടുത്തോളാന്ന്. പോലീസ് എന്തടാ നിനക്ക് പിള്ള കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളോ? നീയൊക്കെ IT ഫീൽഡിൽ ജീവിക്കുന്നവനല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ റിട്രീവ് ചെയ്യാൻ വളരെ സിമ്പിളാണെന്ന് അറിയില്ലേ? ഇതൊന്നും അറിയാതെയാണോടാ കമ്പ്യൂട്ടർ നോക്കി നടക്കുന്നേ? സർ പ്ലീസ് പ്ലീസ്. ഇഷയുടെ പരാതി ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ല കിട്ടിയിരിക്കുന്നത്, ഏറ്റവും മുകളിൽ. ആ ഫയലിന് നടപടിയായാലേ നിനക്ക് അറസ്റ്റ് വാറണ്ട് വരും. രക്ഷപ്പെടാനേ നീ ഒരുപാട് പാടുപെടേണ്ടി വരും. വകുപ്പേ കടുത്തതാ. IPC സെക്ഷൻ 506 ക്ലോസ് 2 പ്രകാരം ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടിയുടെ ജീവനും സ്വത്തിനും മാനത്തിനും ഭീഷണിയാവുക. കുറെ കാലം എടുക്കും നീ പുറത്തു വരാൻ. അവൾ ഈ പരാതി സ്റ്റിക്ക് ഓൺ ചെയ്താലേ 7 വർഷം കഠിന തടവും പിഴയും കിട്ടാവുന്ന ഒഫൻസ് ആയത്. സർ, ചീറ്റിംഗ് ആയത് എല്ലാവരും ചേർന്ന് എന്നെ ചീറ്റ് ചെയ്തതാ, അതുറപ്പാ. സർ പ്ലീസ് ബിലീവ്. നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയതേ നിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാ. ഇഷ ഇത്രയും സീരിയസ് ആയി മൊഴി കൊടുത്ത സ്ഥിതിക്ക് ഇവിടുത്തെ ഫോർമാലിറ്റികൾ തീർത്ത് നിന്നെ മടിവാള സ്റ്റേഷനിൽ എത്തിക്കണം. ബാക്കിയൊക്കെ വഴിയേ നടക്കും. ഈ സ്റ്റേറ്റ്മെന്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. സർ. ചെല്ല്. മടിവാള സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മെയിൽ പോയിട്ടുണ്ട്. 2 ദിവസത്തിനകം അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ഈ സിറ്റി വിട്ടു പോകരുത്. എനിക്ക് എപ്പോ വിളിച്ചാലും കിട്ടണം. മനസ്സിലായോ? സബി, നീ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഓഫീസിൽ നിന്നിട്ട് വിളിക്കാം. രവേട്ടാ. സിറലേ, എങ്ങോട്ടാ? ഓഫീസിലോട്ടൊന്ന് പോകണം അത്യാവശ്യമായിട്ട്. കുറേ ദിവസമായി ഓഫീസിലോട്ടൊന്ന് പോയിട്ട്. കല്യാണമല്ലേ, കുറെ ഇൻവിറ്റേഷൻ കൊടുക്കാനുണ്ട്. സുദീപില്ലേ? അവനിപ്പോ ഇങ്ങ് വന്ന് കയറിയുള്ളൂ. കല്യാണം അടുത്തില്ലേ, ഓട്ടത്തിലാ. ആരൊക്കെയോ കാണാൻ പോയതാ. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? അതൊക്കെ ഏകദേശം തീർന്നു. സമാധാനായി. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ഓക്കെ സിറിൽ, കാണാം. ഞാൻ വിളിക്കാം സുദീപിനെ. വേണ്ട, ഞാൻ കയറി കണ്ടോളാം. അവൻ മുകളിലുണ്ടോ? മുറിയിലുണ്ട്. അവന്റെ മുറിയില്? അതെ, അവന്റെ മുറിയില്. നീ വലിയ മിടുക്കനാടാ. കാതലൊരു കടുക്കനുണ്ട് കേട്ടോ. ഞാനിപ്പോ എവിടുന്ന വരുന്നതെന്ന് നിന്നോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്കറിയാം
നീ അവനും അവളോടെ ചേർന്നിട്ട് എന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാന്ന് കരുതിയല്ലേ? നിനക്കറിയാത്തോണ്ടായി സിറിലിനെ, അല്ലെങ്കിൽ നീ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ടാ. നിന്റെ കുരുക്കേ നീ തന്നെ മുറുക്കിയത്. നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേ? തെറ്റും ശരി അളന്നു നോക്കലല്ല എൻ്റെ ജോലി. എനിക്ക് ശരിയും തോന്നുന്നത് മാത്രമാണ് എൻ്റെ ശരി. നിനക്കെന്ത് യോഗ്യതയാടാ ശരിയെ പറ്റി പറയാൻ?